അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാട്ടി ചിക്കൻ പൊരിച്ചത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാ. അപ്പോൾ ഞാൻ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് ഇടണം. പച്ചമുളക് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ച്. അപ്പോൾ മോനസിലാണ് ഇത് വരും പറ്റില്ല. അങ്ങനെ ഇത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ഇത് ഗരം മസാലയാണ്. മസാല പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി എത്ര മതി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് രസം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് അത്ര മതി. അത്ര തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പൊടികളും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചിക്കൻ മേലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് ചിക്കൻ മേലൊക്കെ ഒന്നും കൂടും. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അരി വേവിക്കാളെ വെള്ളം വെക്കാം. അപ്പം അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിട്ട് ഉപ്പ് ഞാൻ അതിട്ട് കൊടുക്കട്ടെ. അപ്പം അരി ഒന്ന് വേകുമ്പോഴത്തേന് ഇതൊന്ന് മുറിച്ച് വെക്കട്ടെ. അഞ്ചര കഴിഞ്ഞിട്ടുണ്ട്. 6 മണി ആവാനായിട്ടുണ്ട് സമയം. അപ്പം എത്ര എടുക്കണുള്ളൂ കേട്ടോ. അത് ഈ നാളേക്ക് ചെറിയൊരു കഷ്ണം എടുക്കുള്ളൂ. ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുന്നത് വീഡിയോസ് ഇട്ടിരുന്നു. അതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ വന്നിട്ട്. അതേപോലെ ഞാൻ ലൈവ് ഇടുന്ന സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു താത്ത ബിരിയാണി ഉണ്ടാക്കണത് കാണിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് വീഡിയോ ചെയ്തത്. എന്താണ് നോമ്പാക്കുമ്പോക്ക് ഇതൊന്ന് കിട്ടി ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇവിടെ ഇവിടെ ഇതെന്താ ടൗസറും ഇതൊക്കെ ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കണ. ഇവിടെ വെള്ളപ്പൊക്കം ഒറ്റക്കാ ഒറ്റക്കൊന്ന് പൊട്ടിക്കൊണ്ട് ചെയ്ത എന്താണ് ഇവിടെ വാ. അരി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടാ. ചോറിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്.
ചാമ്പക്കൻ്റെ ചാമ്പക്കന് ചെടി ചാമ്പക്കന് ആ ആയിക്കോട്ടെ. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ചോറൊക്കെ ഇട്ടോട്ടുണ്ട്. എവിടെ കുഴിച്ചിരുന്നേ? ആ എവിടെങ്കിലും കുഴിച്ചിട്ടൂട്. ആ ആയിക്കോട്ടെ. ബിരിയാണി ഇവിടെ ദമ്മിട്ടിട്ട് എടുത്താ. അപ്പൊ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്ര കൂടുതൽ വീഡിയോസ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടാ. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.